നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖീന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മൂന്നാം വട്ട ആണവ ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞു. അതേസമയം ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോൾഡ് ഇസ്രായേൽ തുറമുഖത്തേക്ക് തിരിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെയാണ് അമേരിക്കയുടെ നിർണായക നീക്കം. ജനീവയിൽ നടന്ന ചർച്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അമേരിക്കൻ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ജനീവയിൽ അമേരിക്കയുമായി നടത്തിയ ദീർഘമായ ചർച്ചകളിൽ മികച്ച പുരോഗതി ഉണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. വിയന്ന കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നത പ്രതിനിധികൾ ജനീവയിൽ കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും കൂടുതൽ വ്യക്തത കൈവന്നതായും അരാക്ചി വ്യക്തമാക്കി. ആണവ പദ്ധതികൾ മരവിപ്പിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ ഉറപ്പ് വേണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ചർച്ചകൾ തുടരുന്നതിനിടയിൽ തന്നെ സൈനിക ശക്തി പ്രകടിപ്പിക്കുവാനും അമേരിക്ക തയ്യാറെടുക്കുന്നു. ഇതിനോടകം തന്നെ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ജെറാൾഡ് ഫോൾഡ് കൂടി ചേരുന്നതോടെ ഇറാനുമേൽ വലിയ സൈനിക സമ്മർദ്ദമുണ്ടാകും. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനത്തിലെത്തിയില്ല എങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ വിയന്നയിൽ സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ തുടരാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഉപരോധങ്ങൾ നീക്കി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും ഈ ചർച്ചകൾ വഴിതെളിക്കുമെന്നാണ് ഇറാന്റെ പ്രതീക്ഷ. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയെ അതീവ പ്രാധാന്യത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ മിന്നലാക്രമണത്തിൽ 133 പേർ കൊല്ലപ്പെട്ടു. അഫ്ഗാൻ സൈന്യം 19 പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും 5 എണ്ണം നശിപ്പിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും അതിർത്തിയിലേക്ക് വലിയ തോതിലുള്ള സൈനിക നീക്കം നടത്തുകയാണ്. ഡ്യൂറന്റ് ലൈൻ അതിർത്തിയിൽ സംഘർഷം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു. 55 പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയതായി അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ കോളനിയായി മാറുകയാണെന്നും ലോകമെമ്പാടുമുള്ള ഭീകരരെ സംരക്ഷിക്കുന്നുണ്ടെന്നും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ആരോപിച്ചാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ക്ഷമ അതിന്റെ പരിധിയിലെത്തിയിരിക്കുന്നുവെന്നും ഇനി ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ തുറന്ന ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നതെന്നും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രതികരിച്ചു. ഇനി നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും. പാകിസ്ഥാൻ സൈന്യം കടലിനപ്പുറത്തു നിന്നും വന്നതല്ല. ഞങ്ങൾ നിങ്ങളുടെ അയൽക്കാരാണ്. നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഞങ്ങൾക്കറിയാമെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു. പാകിസ്ഥാൻ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കാബൂളിലും കാണ്ഡഹാറിലും നടന്ന ഷെല്ലാക്രമണത്തിന് മറുപടിയായി കാണ്ഡഹാർ, ഹെൽമണ്ട് പ്രവിശ്യകളിലെ അതിർത്തിയിൽ സൈനിക നടപടി ആരംഭിച്ചതായി അഫ്ഗാനിസ്ഥാൻ സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച നംഗർഹാറിലും പക്തിയിലും പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പകരമായി ഡുറാൻഡ് രേഖയിലുള്ള പാകിസ്ഥാൻ സൈനിക ആസ്ഥാനങ്ങൾ ആക്രമിച്ചതായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധികൃതർ പറയുന്നു. നിലവിൽ അതിർത്തിയിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണ്. പാകിസ്ഥാൻ ആവർത്തിച്ചുള്ള അതിർത്തി ലംഘനങ്ങൾ നടത്തുകയാണ് എന്നാണ് അഫ്ഗാനിസ്ഥാന്റെ ആരോപണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിലൂടെ ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഒരു തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. പ്രതിരോധ മേഖലയിൽ നിർണായകമായ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട് പ്രശസ്തമായ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനവും ഡേവിഡ് സ്ലിംഗ് സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള അത്യാധുനിക പ്രതിരോധ ഇടപാടുകളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവമായ UPI ഇസ്രായേലിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചത് പ്രവാസികൾക്കും സഞ്ചാരികൾക്കും വലിയ ആശ്വാസമാകും. കൂടാതെ AI, സൈബർ സുരക്ഷ എന്നീ മേഖലകളിൽ സംയുക്ത ഗവേഷണത്തിന് കരാറുകളും ഒപ്പിട്ടു. കാർഷിക രംഗത്ത് ഇസ്രായേലിന്റെ നൂതനമായ ജലസേചന രീതികൾ ഇന്ത്യയിലെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി 100 സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുവാനും തീരുമാനമായി. അതോടൊപ്പം തന്നെ മേഖലയിൽ അശാന്തിക്ക് പരിഹാരമായി ഇന്ത്യയുടെ സമാധാന നിലപാടുകൾ വ്യക്തമാക്കുന്ന ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ചും ഉന്നതതല ചർച്ചകൾ നടന്നു. പാക് അഫ്ഗാൻ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി അവകാശവാദം. F-16 വിമാനം വെടിവെച്ചിട്ടതായാണ് താലിബാൻ അനുകൂലികൾ അവകാശപ്പെടുന്നത്. ഒരു വിമാനം കത്തിയമരുന്നതിന്റെ വീഡിയോയും താലിബാൻ അക്കൗണ്ടുകളിൽ നിന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ വീഡിയോയുടെ ആധികാരികത ഇതുവരെ ഉറപ്പാക്കാനായിട്ടില്ല. പാകിസ്ഥാൻ പതാക ആലേഖനം ചെയ്ത ഒരു വിമാനം കത്തിയമരുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പാക് സൈന്യത്തിന്റെ കൈവശമുള്ള അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനമാണിതെന്നാണ് താലിബാൻ അനുകൂല അക്കൗണ്ടുകളുടെ അവകാശവാദം. അതേസമയം വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് ഇത് F-16 വിമാനമാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് വ്യോമയാന വിദഗ്ധരെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വീഡിയോയിലുള്ള വിമാനം F-16 വിമാനത്തിന്റെ വലിപ്പമായോ രൂപകൽപ്പനയുമായോ പൊരുത്തപ്പെടുന്നില്ല എന്നും വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. താലിബാന്റെ അവകാശവാദം അന്താരാഷ്ട്ര മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല. പാക് സൈന്യത്തിന്റെ കൈവശമുള്ള പ്രധാന യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് F-16. സമീപകാലത്ത് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ 2 F-16 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിരുന്നു. അതിർത്തിയിൽ
തങ്ങളുടെ സേനാംഗങ്ങൾക്ക് നേരെ താലിബാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് അഫ്ഗാനിൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതേസമയം പാകിസ്ഥാൻ തങ്ങൾക്ക് നേരത്തെ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് പാക് സൈന്യത്തെ ആക്രമിച്ചതെന്ന് താലിബാനും പ്രതികരിച്ചു. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നിയമവിധേയമാക്കിയ താലിബാൻ ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവിനെതിരെ ഐക്യരാഷ്ട്രസഭ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെയും ലിംഗവിവേചനത്തെയും നിയമവിധേയമാക്കുന്നതാണ് പുതിയ ഉത്തരവെന്ന് ഐക്യരാഷ്ട്രസഭ കുറ്റപ്പെടുത്തി. താലിബാന്റെ ക്രൂരമായ നടപടികൾ മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഇത് അംഗീകരിക്കാനാവില്ല എന്നും താലിബാൻ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും UN വ്യക്തമാക്കി. അഫ്ഗാൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് താലിബാൻ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചതിനു പിന്നാലെയാണ് സ്ത്രീകളുടെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന പുതിയ നീക്കം. സ്ത്രീകൾക്കെതിരായ ശാരീരിക അതിക്രമങ്ങൾക്ക് നിയമപരമായി പരിരക്ഷ നൽകുന്നതാണ് പുതിയ ക്രൂരമായ നിയമം. ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഐക്യരാഷ്ട്രസഭ പ്രതികരിച്ചത്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര ഉടമ്പടികളും താലിബാൻ നഗ്നമായി ലംഘിക്കുകയാണെന്ന് UN വക്താക്കൾ ചൂണ്ടിക്കാട്ടി. അഫ്ഗാൻ സമൂഹത്തിന്റെ പകുതിയോളം വരുന്ന സ്ത്രീകളെ വീടിനുള്ളിൽ തളച്ചിടാനും അവരെ അടിച്ചമർത്താനുമുള്ള നീക്കമാണിത്. ഇത്തരം നിയമങ്ങൾ അഫ്ഗാനിസ്ഥാനെ ലോകരാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്നും ഇതിൽ നിന്നും ഭരണകൂടം പിന്തിരിയണമെന്നും UN ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റിവെച്ച് ന്യൂയോർക്ക് നഗരത്തിന്റെ വികസനത്തിനായി കൈകോർത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് മേയർ സഹ്റാൻ മംദാനിയും വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ന്യൂയോർക്കിലെ പാർപ്പിട പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വൻതോതിലുള്ള ഫെഡറൽ നിക്ഷേപങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. ചർച്ചയ്ക്കിടെ 1970കളിലെ പ്രശസ്തമായ പത്രവാർത്തയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ട്രംപ് ടു സിറ്റി ലെറ്റ്സ് ബിൽഡ് എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു മാതൃകാ പത്രം മംദാനി ട്രംപിന് സമ്മാനിച്ചു. നഗരത്തിൽ പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിലൂടെ ട്രംപിന് ലഭിക്കാവുന്ന വലിയ മാധ്യമ ശ്രദ്ധയെ ചൂണ്ടിക്കാണിക്കാനാണ് മംദാനി ശ്രമിച്ചത്. ഇതിനോട് വളരെ പോസിറ്റീവായാണ് ട്രംപ് പ്രതികരിച്ചത്. കൂടാതെ കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ഇമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിനി എല്ലി അഗാവയുടെ മോചനവും മംദാനി കൂടിക്കാഴ്ചയിൽ ഉറപ്പുവരുത്തി. ഫെഡറൽ സർക്കാരിന്റെ സഹായത്തോടെ ന്യൂയോർക്കിൽ വൻതോതിലുള്ള പാർപ്പിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഈ പുതിയ ബന്ധം വഴിതെളിക്കുമെന്നാണ് നഗരവാസികളുടെ പ്രതീക്ഷ. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും മടങ്ങാൻ അനുമതി നൽകി US. ഇസ്രായേലിലെ US എംബസി തങ്ങളുടെ ഔദ്യോഗിക X അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട അറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി അടിയന്തര പ്രാധാന്യമില്ലാത്ത തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരോടും അവരുടെ കുടുംബാംഗങ്ങളോടും എത്രയും വേഗം ഇസ്രായേൽ വിട്ടുപോകാനാണ് വിദേശകാര്യ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതും ലബനൻ അതിർത്തിയിൽ സംഘർഷം കടുക്കുന്നതുമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇസ്രായേലിലെ പഴയ നഗരം, വെസ്റ്റ് ബാങ്ക്, ഗാസ അതിർത്തി മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യുന്നത് എംബസി കർശനമായി വിലക്കിയിട്ടുമുണ്ട്. കൂടാതെ നിലവിൽ വാണിജ്യ വിമാനങ്ങൾ ലഭ്യമായതിനാൽ ഇസ്രായേലിൽ കഴിയുന്ന സാധാരണക്കാരായ US പൗരന്മാരും തങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് രാജ്യം വിടുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഏത് നിമിഷവും യാത്രാ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നു. ഈ ഒഴിപ്പിക്കൽ നടപടി കേവലം ഉദ്യോഗസ്ഥരുടെ സുരക്ഷ മാത്രമല്ല, മേഖലയിൽ വലിയൊരു സൈനിക നീക്കം നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പൂർത്തിയായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്ക ഇത്തരമൊരു തീരുമാനമെടുത്തത് നയതന്ത്ര മേഖലയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. മേഖലയിലെ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇസ്രായേൽ പ്രതിരോധ സേനയുമായി ചേർന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇസ്രായേലിലെ ടെൽ അവീവ്, ഹൈഫ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെനറ്റ് പ്രസംഗം ഹൃദയസ്പർശിയെന്ന് ഇസ്രായേൽ വിദേശകാര്യ വക്താവ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലെത്തുന്നതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനവും പാർലമെന്റ് പ്രസംഗവും നൽകുന്നത്. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചത്. ജനാധിപത്യ മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദം, സുരക്ഷ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇസ്രായേൽ സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തെക്കുറിച്ചും മോദി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇന്ത്യ നൽകുന്ന പ്രാധാന്യത്തെ ഇസ്രായേൽ ഭരണകൂടം സ്വാഗതം ചെയ്തു. ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികൾക്ക് മോദിയുടെ വാക്കുകൾ വലിയ ഊർജം നൽകുന്നതാണെന്നും ഇസ്രായേൽ വക്താവ് കൂട്ടിച്ചേർത്തു.
2019 ഏപ്രിൽ 21 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ ക്രൈസ്തവ ദേവാലയങ്ങളെ ലക്ഷ്യമാക്കി നടന്ന ചാവേർ ബോംബ് സ്ഫോടനത്തിൽ ഗുരുതരമായ പങ്കാളിത്തം കണ്ടെത്തി മിലിറ്ററി ഉന്നത ഇന്റലിജൻസ് വിഭാഗത്തിലെ മേജർ ജനറൽ സുരേഷ് സാലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏകദേശം 269ഓളം പേർ കൊല്ലപ്പെടുകയും 500ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനം നടത്തിയത് ഇസ്ലാമിക് തീവ്രവാദ സംഘടനയായ ഐസിസ് ആയിരുന്നു. ഭീകരവാദ നിരോധന നിയമപ്രകാരം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് സല്ലയെ കസ്റ്റഡിയിലെടുത്തത്. സ്ഫോടനത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും കൃത്യമായ മുൻകൂർ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും അവ തടയുന്നതിൽ സല്ലെ ബോധപൂർവം വീഴ്ച വരുത്തിയോ എന്നുമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കത്തോലിക്ക ദേവാലയങ്ങളും ഒരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയും 4 ഹോട്ടലുകളുമാണ് പ്രധാനമായും ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത്. വർഷങ്ങളായി നീതിക്കായി കാത്തിരിക്കുന്ന ഇരകളുടെ കുടുംബങ്ങൾക്ക് ഈ അറസ്റ്റ് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വേൾഡ് ടുഡേ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.